അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മദ്രസ ഗൈഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിൽ വന്ന ചോദ്യപേപ്പറാണ്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം 10 പാഠങ്ങൾക്ക് ഒരു പേപ്പർ എന്ന രൂപത്തിലാണ് ദുറൂസുൽ ഇസ്ലാം 2 പരീക്ഷകളായിട്ടാണ് നടക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ പരീക്ഷയായിരുന്നു. അപ്പം എല്ലാ പാഠത്തിൽ നിന്നും കൂടിയുള്ള ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ പരിശോധിക്കുന്നത് കേട്ടോ. ആദ്യം കാണുന്നത് മുകളിൽ കുറച്ച് കള്ളികളായിരിക്കും. ആ ഭാഗം നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. അതിൻ്റെ ശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യമായിട്ട് വരുന്നത് ശരി ഉത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്ന ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, അഖീദയിലെ ഇമാമുകളിൽ ഒരാൾ. താഴെ 3 ആളുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്കി റളിയല്ലാഹു അൻഹു, ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു. നമ്മുടെ 9ാമത്തെ പാഠത്തിൽ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുകളെയും അതുപോലെ അഖീദയിലെ ഇമാമുകളെയൊക്കെ പറയുന്നുണ്ട്. അതിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്കി റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമാണ്. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ അഖീദയിലെ ഇമാമിലെ. ഇനി രണ്ടാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരം ഏതാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷനുകൾ മസ്ജിദിൽ, വീടിനകത്ത്, പൊതുസ്ഥലത്ത് എന്ന് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ വീടിനകത്ത് എന്നതാണ് ശരി. ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത് സ്ത്രീകൾക്ക് വീടിനകത്താണ്. മൂന്നാമത്തെ ചോദ്യം, 20-ലധികം സ്വഹാബികളെ കണ്ട ഇമാം ആരാണെന്നാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇവയിൽ ഏറ്റവും ആദ്യം ജീവിച്ചിരുന്നത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണല്ലേ. അദ്ദേഹമാണ് 20-ലേറെ സ്വഹാബികളെ കണ്ട ഇമാം. അപ്പോൾ ഓരോ ഇമാമികളെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം കേട്ടോ. 4 മദ്ഹബിൻ്റെ ഇമാമുകളും അതുപോലെ 2 അഖീദയിലെ ഇമാമുകൾ, ഇവരെ കുറിച്ചൊക്കെ നമുക്ക് പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി 4ാമത്തെ ചോദ്യം, മകനെ ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദിന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൊടുത്തു. എന്താണ് കൊടുത്തത്? നമ്മൾ 6ാമത്തെ പാഠത്തിൽ പറയുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ. എന്തായിരുന്നു? 1000 ദിർഹം, 50 ദിർഹം, 500 ദിർഹം. എത്രയായിരുന്നു? 500 ദിർഹം കൊടുത്തു എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി 5ാമത്തെ ചോദ്യം, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഈജിപ്തിൽ, കൂഫയിൽ, മദീനയിൽ. എവിടെയാണ്? ഈജിപ്ത് എന്നതാണ് ശരിയായ ഉത്തരം. നമ്മളെ 11ാമത്തെ പാഠത്തിൽ അത് പറയുന്നുണ്ട് കേട്ടോ. ഇനി 6ാമത്തെ ചോദ്യം, ഞങ്ങളെ നീ ശിക്ഷിക്കരുത് എന്നാണ് അർത്ഥം. ഈ അർത്ഥം വരുന്നത് നമ്മുടെ 12ാമത്തെ പാഠത്തിൽ ആയത്തുൽ കുർസി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതിലെ ഒരു ഭാഗമാണ് ലാ തുആഖിദ്ന ലാ തുഹമ്മിൽന ലാ തഹ്മിൽ അലൈന. ഇതിലേതാണ് ഞങ്ങളെ നീ ശിക്ഷിക്കരുത് എന്നത്? ലാ തുആഖിദ്ന എന്നതാണല്ലേ. അപ്പോൾ നമ്മൾ ആയത്തുൽ കുർസിയുടെ അർത്ഥം മുഴുവനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത് ചേരുംപടി ചേർക്കാനുള്ള ചോദ്യങ്ങളാണ്. 2 ഭാഗത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിൽ 1ാമത്തെ ഭാഗത്തിനോട് യോജിച്ചത് 2ാമത്തെ ഭാഗത്തിൽ നിന്ന് കോഡുകൾ എടുത്തെഴുതാണ് വേണ്ടത്. അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കള്ളികളിൽ കോഡുകൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 1ാമത്തെ ചോദ്യം, ഉസ്താദിൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് കാൽ നീട്ടാറില്ല. ഒരു ഇമാമിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ഇമാമിനെ കുറിച്ചാണത്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് അല്ലേ. അപ്പം ഈ എന്നതാണ് ശരി ഉത്തരം. ഇനി 2ാമത്തത്, ഔലിയാക്കളുടെ നേതാവായി മാറി. ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. എന്നതാണ് അതിൻ്റെ ശരിയായ ഓപ്ഷൻ കേട്ടോ. 3ാമത്തെ ചോദ്യം, നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. ഹദീസിനെ കുറിച്ച് പറഞ്ഞ ഇമാമിൻ്റെ പേരെന്തായിരുന്നു? ഹദീസിൽ അവനെ വളരെ ബഹുമാനത്തോടൊക്കെ കണ്ടിരുന്ന ഒരു ഇമാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരായിരുന്നത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു അല്ലേ. അപ്പോൾ ബി എന്നതാണ് അതിൻ്റെ ശരിയായ ഓപ്ഷൻ. ഇനി 4ാമത്തെ ചോദ്യം, 2ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? നമ്മുടെ 11ാമത്തെ പാഠത്തിൽ പറഞ്ഞതാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ. 2ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്, സി എന്നതാണ് ശരിയായ ഉത്തരം. ഇനി 5ാമത്തെ ചോദ്യം, 10 ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാഠമാക്കിയ ഇമാം ആരായിരുന്നു? 15ാമത്തെ പാഠത്തിൽ അത് പറയുന്നുണ്ട്. ആരായിരുന്നു അത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു അല്ലേ. ഡി എന്നതാണ് ശരിയായ ഓപ്ഷൻ. അപ്പോൾ ഈ ചേരുംപടി ചേർക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 തെറ്റിയാൽ തന്നെ നമുക്ക് 2 നഷ്ടപ്പെടും.
അപ്പം 2 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ്. വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന മാർക്കാണെങ്കിലും പോലും നമ്മുടെ ചെറിയ അശ്രദ്ധ പോലും നമുക്ക് മാർക്ക് നഷ്ടപ്പെടുത്തും. അപ്പം വളരെ സൂക്ഷിച്ചുകൊണ്ട് ഈ ഭാഗം പൂർത്തിയാക്കണം കേട്ടോ. ഇനി മൂന്നാമത് വരുന്ന ചോദ്യങ്ങൾ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ്. 1, മുർത്തദ്ദിന് ശാശ്വതമായ ഡാഷ് ആണ് ശിക്ഷ. എന്തായിരുന്നു? നരകവാസം അല്ലേ? മുർത്തദ്ദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. രണ്ടാമത്തെ ചോദ്യം, ഇൽമു കൊണ്ട് അള്ളാഹു തആലയുടെ ഡാഷ് മാത്രമേ ആഗ്രഹിക്കാവൂ. എന്താണ് ഇൽമു കൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത്? എന്താണ്? അള്ളാഹുവിൻ്റെ തൃപ്തിയാണല്ലേ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഇൽമു കൊണ്ട് അള്ളാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. ഇനി അടുത്ത ചോദ്യം, 4-ൽ ഒരു മദ്ഹബ് സ്വീകരിക്കൽ ഡാഷ് ആണ്. എന്താണ് അതിൻ്റെ വിധി എന്നാണ് ചോദിക്കുന്നത്. നിർബന്ധമാണ് അല്ലേ? 4-ൽ ഒരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇനി 4-മത്തെ ചോദ്യം, പാപങ്ങൾ പൊറുക്കുന്നതിന് ഡാഷ് ആവശ്യമാണ്. എന്താണ് നമുക്ക് വേണ്ടത്? നമ്മൾ പാപങ്ങളൊക്കെ പുറത്തേക്കിട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം അല്ലേ? അപ്പോൾ പാപങ്ങൾ പൊറുക്കുന്നതിന് തൗബ ആവശ്യമാണ്. ഇനി 5-മത്തെ ചോദ്യം, സ്ത്രീകളുടെ എണ്ണം ഡാഷ് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളം എണ്ണി പറഞ്ഞുകൊടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകളുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ സ്ത്രീകളുടെ എണ്ണം കൂടുക ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഇനി 6, നദ്ഹബു ഇലൽ മുഖ്തബരി ഡാഷ് അൽ ഇസ്തിറാഹത്തി. എന്താണത്? നദ്ഹബു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പോകും. ഇലൽ മുഖ്തബർ എന്ന് പറഞ്ഞാൽ ലാബിലേക്ക് അല്ലേ? അൽ ഇസ്തിറാഹത്ത് പറഞ്ഞാൽ വിശ്രമം. അപ്പോൾ എങ്ങനെയാണ് പറയുക? ബഅദ എന്ന് പറഞ്ഞാൽ അതിലെ വിശ്രമത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നദ്ഹബു ഇലൽ മുഖ്തബരി ബഅദൽ ഇസ്തിറാഹത്തി. വിശ്രമത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ലാബിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 1-മത്തെ ചോദ്യം, കലീമുല്ലാഹി എന്ന പേരുള്ള നബി ആര്? കലീമുല്ലാഹി എന്ന ആരെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്? മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് അല്ലേ? നമ്മുടെ 17-മത്തെ പാഠത്തിൽ പറഞ്ഞതാണ്. ഇഷ്ഫാഅത്തു ഷഫാ എന്ന് പറഞ്ഞ പാഠത്തിൽ ജനങ്ങൾ ഷഫാഅത്തിന് വേണ്ടി പല നബിമാരുടെ അടുക്കൽ പോകുന്ന സംഭവങ്ങൾ അവിടെ പറയുന്നുണ്ട് അല്ലേ? അപ്പം ഒരുപാട് നബിമാരെ കുറിച്ചും അവരുടെ ചില ആളുകളുടെയൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാനപ്പേരുകളെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റൂഹുല്ലാ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത്, അറ്റമില്ലാത്ത ജീവിതം ഏതാണ്? ഏതാണ് അറ്റമില്ലാത്ത ജീവിതം? ഈ ലോകം അറ്റമുള്ള ജീവിതമാണല്ലേ? ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുള്ളൂ. അറ്റമില്ലാത്ത ജീവിതം പരലോക ജീവിതമാണല്ലേ? അപ്പോൾ അത് പരലോക ജീവിതം എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി 3-മത്തെ ചോദ്യം, സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ വിധി എന്തായിരുന്നു? ഹറാമാണ് അല്ലേ? പിന്നെ 4-മത്തെ ചോദ്യം, ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അനുയായികളുള്ള മദ്ഹബ് ഏതായിരുന്നു? 4 മദ്ഹബുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഹനഫി മദ്ഹബിനാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് അല്ലേ? പിന്നെ 5-മത്തെ ചോദ്യം, മനുഷ്യൻ നേടുന്ന സമ്പാദ്യത്തിൽ ഏറ്റവും മഹത്തായത് ഏതാണ്? അറിവ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അറിവാണ്. മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അത് അറിവാണ്. 6-മത്തെ ചോദ്യം, തക്കാളി എന്നതിൻ്റെ അറബി പദം ഏതാണ്? എന്താണ്? തൊമാത്തിം എന്നാണ് അല്ലേ? അപ്പം ഒരുപാട് അറബി പാഠങ്ങൾ നമുക്കുണ്ട്. ആ പാഠത്തിലൊക്കെ ഉള്ള ഇത്തരം ഒരുപാട് വാക്കുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പാഠങ്ങളിലൊക്കെ ഉള്ള അറബി വേർഡുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ളതാണ്. 1-മത്തെ ചോദ്യം, സന്തോഷത്തോടെ മരിക്കാൻ ഭാഗ്യം ലഭിക്കും ആർക്ക്? ആർക്കാണ് സന്തോഷത്തോടെ മരിക്കാൻ ഭാഗ്യം ലഭിക്കുക? നമ്മുടെ 18-മത്തെ പാഠം ഹാദിമുൽ ലദ്ദാത്തി എന്ന പാഠത്തിലാണ് ഇതിൻ്റെ ഉത്തരം പറയുന്നത്. വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അതിന് ഭാഗ്യം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതിന് ഭാഗ്യം ലഭിക്കുമെന്ന് ചോദിച്ചാൽ അതിന് മുമ്പ് പറയുന്നുണ്ട്. സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവർ എന്ന് പറഞ്ഞതിന് മുമ്പ് പറയുന്നുണ്ട്. അപ്പോൾ സന്തോഷത്തോടു കൂടി മരിക്കാൻ കഴിയുന്ന ആളുകൾ ഇത്തരം ആളുകളാണ്. പിന്നെ അടുത്ത ചോദ്യം, നബിമാർക്ക് പുറമെ മഹ്ഷറിൽ ആരൊക്കെ ശഫാഅത്ത് ചെയ്യും? ആരൊക്കെയാണ് മഹ്ഷറിൽ ശഫാഅത്ത് ചെയ്യുക? ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്യും, പണ്ഡിതന്മാർ ശഫാഅത്ത് ചെയ്യും, ശുഹദാക്കൾ ശഫാഅത്ത് ചെയ്യും, സ്വാലിഹീങ്ങൾ ശഫാഅത്ത് ചെയ്യും അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇഷ്ഫാഅത്തു ഷഫാ എന്ന് പറയുന്ന പാഠത്തിൽ അവസാനത്തിൽ കാര്യം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ 3-മത്തെ ചോദ്യം, മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എവിടെയാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പറ്റാത്തത്? പൊതുസ്ഥലങ്ങളിലും വഴിയിലും ജലാശയങ്ങളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് അല്ലേ?
ആ കാര്യം നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് പറയുന്ന ആ പാഠത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം, എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെന്താണ് മറുപടി പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ് എന്നാണ് ചോദ്യം. എങ്ങനെയാണ്? അനർഹർക്ക് അധികാരം ലഭിച്ചാൽ അമാനത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പാഠങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ക്ലാസ്സിൽ വെച്ച് ഹദീസ് മനഃപ്പാഠമാക്കി. എങ്ങനെയായിരുന്നു മനഃപ്പാഠമാക്കല്? വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടത് കൈയിൽ എഴുതുമായിരുന്നു അല്ലേ? ആ രൂപത്തിലായിരുന്നു മനഃപ്പാഠമാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു 7 കൊല്ലം ആട്ടിറച്ചി കഴിച്ചില്ല. അതിന് കാരണം എന്തായിരുന്നു? കൂഫയിൽ ഒരു ആട് കളവ് പോയ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? കൂഫയിൽ ഒരു ആട് കളവ് പോയി. അപ്പോൾ ആട് എത്ര കാലം ജീവിക്കുമെന്നൊക്കെ അബു ഹനീഫ ഇമാം ആലോചിക്കുകയും അങ്ങനെ അത്രയും കാലം ആട്ടിറച്ചി ഭക്ഷിക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു അല്ലേ? അപ്പം എന്തായിരുന്നു കാരണം? കളവ് പോയ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിലെത്തിച്ചേരുമോ എന്ന ഭയമായിരുന്നു അബു ഹനീഫ ഇമാം ആട്ടിറച്ചി കഴിക്കാതിരിക്കാൻ കാരണം അല്ലേ? അപ്പോൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി ഏഴാമത്തെ ചോദ്യം, മാതാ സഅല ജുറൈജുൻ അൽ ഗുലാമ. ആ കുട്ടിയോട് ജുറൈജ് എന്നവർ എന്താണ് ചോദിച്ചത് അല്ലേ? അപ്പം എന്തായാലും ചോദിച്ചത്, യാ ഗുലാം മൻ അബുക്ക, കുട്ടിയെ നിന്റെ ബാപ്പ ആരാണെന്ന് ചോദിച്ചു അല്ലേ? അപ്പോൾ ആ കുട്ടി എന്തേ പറഞ്ഞതെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത് കുറിപ്പെഴുതാനാണ്. 5 വരിയിൽ കുറയാതെ, 5 വരിയിൽ കുറയരുത്. അപ്പോൾ 5 വരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ 5 വരിയിൽ മുഴുവനായിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ 2 കുറിപ്പ് എഴുതാനുള്ള ഭാഗങ്ങളാണുള്ളത്. നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും ആ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിശദമായിട്ട് എഴുതാൻ പഠിച്ചു വെക്കണം കേട്ടോ. ഇവിടെ കൊടുത്തതൊന്ന് കറാമത്തിനെ കുറിച്ചാണ്. കറാമത്ത് എന്താണ് നമ്മൾ എഴുതണം. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ തന്നെ പറഞ്ഞതാണ്, ഔലിയാക്കളിൽ നിന്ന് പ്രകടമാകുന്ന അത്ഭുതങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയല്ലേ. കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു അഭൗതികമായ സംഭവമാണ്. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് കറാമത്തൊക്കെ വരുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാജിക്ക്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മാജിക് അതൊരു കലയാണ്. പരിശീലനത്തിലൂടെ അതെന്ത് ചെയ്യുക, ആർക്കും ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് അല്ലേ. ഈ കറാമത്ത് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ മാജിക് കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുകയും 20 ചോദ്യം വന്നാൽ അത് എഴുതാൻ നമ്മൾ റെഡിയായി നിൽക്കുകയും വേണം കേട്ടോ. അതുപോലെ എല്ലാ പാഠത്തിലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ കണ്ടുവച്ചിട്ട് അത് എഴുതാൻ പഠിക്കുകയും വേണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഉള്ളത് റിദ്ദത്താണ്. ഇതുപോലെ തന്നെ ഒരു ചോദ്യമാണ് റിദ്ദത്ത്. റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഭവത്തിനാണ് പറയുക. അത് നമ്മുടെ 5ാമത്തെ പാഠം തുഹ്ബിത്തുൽ അഅമാൽ അല്ലേ, അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ്. റിദ്ദത്ത് പറഞ്ഞാൽ കഠിന തെറ്റാണ്. എല്ലാ സൽക്കർമ്മങ്ങളെയും അത് നശിപ്പിച്ച് കളയും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്ത് ചെയ്യാൻ റിദ്ദത്ത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഭവം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ വരാം. അവകൾ നാം സൂക്ഷിക്കണം. മുർത്തദ്ദിന് ശാശ്വത നരകമാണ് ശിക്ഷ. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് 5 വരി പൂർത്തിയാക്കി എഴുതാൻ നമ്മൾ പഠിക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ രൂപത്തിലാണ് ദുറൂസുൽ ഇസ്ലാമിൽ ചോദ്യം വരിക. ഈ ചോദ്യം ഇപ്പോൾ നമ്മളെ ദുറൂസുൽ ഇസ്ലാമിൻ്റെ 20 പാഠങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച ചോദ്യം. നമുക്ക് പരീക്ഷയ്ക്കുണ്ടാവുക ദുറൂസുൽ ഇസ്ലാമിലെ ആദ്യത്തെ 10 പാഠം ഒരു ചോദ്യപേപ്പറിലും പിന്നത്തെ 10 പാഠം വേറെ ചോദ്യപേപ്പറും, അങ്ങനെ 2 പരീക്ഷകളായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓരോ പാഠങ്ങളും വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നല്ല രൂപത്തിൽ എല്ലാവർക്കും പരീക്ഷ എഴുതാൻ അല്ലാഹു തആലയുടെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും വിജയാശംസകൾ നേരുകയും ചെയ്യുന്നു.